ഏകദേശം ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1872 കാൻസസിലെ സ്വാഗി സിറ്റി എന്ന സ്ഥലത്ത് ഡോക്ടർ വില്യം എന്നൊരാളുണ്ടായിരുന്നു. ഒരു ദിവസം ഡോക്ടർ വില്യം കാണാതെ പോയയുടെ അയൽവാസി അന്വേഷിച്ച് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. ആ സമയത്താണ് വില്യമിൻ്റെ കൺമുന്നിൽ പന്നികളെ വളർത്തുന്ന ഒരു ഫാം കാണുന്നത്. അതിൻ്റെ നടുവിൽ ഒരു ചെറിയ മുറിയുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഒരു സ്റ്റോർ റൂം പോലെയാണ്. അവിടെ താമസിക്കുന്ന കുടുംബത്തിൻ്റെ പേരാണ് ബെൻഡേസ് ഫാമിലി. സാധാരണയായ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഈ ഫാമിലിയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ പലതവണ വില്യമിനും അവർ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അയൽവാസി അന്വേഷിച്ചു വന്ന ഡോക്ടർ വില്യം അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. വില്യമിനെ കണ്ടപ്പോൾ തന്നെ കേറ്റി ബെൻഡർ എന്ന പെൺകുട്ടി ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഭക്ഷണങ്ങൾ വിളമ്പി കഴിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജോൺ ബെൻഡർ പുറകിലൂടി വന്ന് വില്യമിൻ്റെ തലയ്ക്ക് അടിക്കുന്നത്. അടി കിട്ടിയതിന് ശേഷമുള്ള തൊട്ടടുത്ത നിമിഷം തന്നെ ജോണിൻ്റെ ഭാര്യയായ എൽവിറ വില്യമിൻ്റെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കി. ശേഷം ആ കുടുംബത്തിലുള്ള